ഇന്ന് നമ്മൾ കണ്ടുവരുന്നതാണ് ഓരോരുത്തരും അവരുടെ ഓരോ വിഷമങ്ങൾ പറയുന്നത്. ഒന്ന് കുട്ടികളില്ലാത്തവര്, രണ്ടാമത് ഡിവോഴ്സായ ദമ്പതിമാര്, കാരണം ഭാര്യ ഭർത്താക്കന്മാര്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പ്രശ്നം അവരുടെ വിഷമത്തിൽ കൂടുതൽ ഈ സമൂഹത്തെയാണ് അവർക്ക് അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട്. കാരണം ഒരു നല്ലൊരു ഫംഗ്ഷൻ ഉണ്ടായാൽ ആ ഫംഗ്ഷന് ചെന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ചോദ്യങ്ങൾ, കാരണം ആർക്കാ കുട്ടികളില്ലാത്ത, ഭർത്താവിനാണോ കുഴപ്പം അല്ലെങ്കിൽ ഭാര്യയ്ക്കാണോ കുഴപ്പം? അപ്പൊ അവര് നീറി നീറി ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടി കേൾക്കാൻ പറ്റില്ലാഞ്ഞിട്ടാണ് അവർ ആ ഫംഗ്ഷന് വരാത്തത്. അതുപോലെ തന്നെ ഡിവോഴ്സ് ആയവര്, ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും ഒരു ഫംഗ്ഷനും വരില്ല. കാരണം എന്തായിരുന്നു പ്രശ്നം, എന്തുട്ടായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യായിരുന്നില്ലേ, മക്കളെ ഓർത്ത് നിൽക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഒറ്റത്തടിയായിട്ട് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ. ഇവര് ഇങ്ങനെ ഡിവോഴ്സ് ആയവര് അവര് നന്നായിട്ട് ചിന്തിച്ചൊക്കെ ആയിരിക്കും ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് അവരുടെ ലൈഫാണ്, അത് അവരെടുത്തോളും. നമ്മൾക്ക് എന്താ കുഴപ്പം? അതുപോലെ കുട്ടികളില്ലാത്തത് അത് അവരുടെ ആരോഗ്യത്തിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അവര് ഈ ഫംഗ്ഷനൊക്കെ വരുന്നത് ഒന്ന് സന്തോഷിക്കാന്ന് ഓർത്തിട്ടാണ്. ആ സന്തോഷം മലയാളികളായ നമ്മൾ തന്നെ ഇല്ലാതാക്കും. കാരണം നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ്. ദയവ് ചെയ്ത് ഇനിയാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെയുള്ളവർ വരുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം. സാധാരണ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കുശല അന്വേഷണങ്ങളൊക്കെ അന്വേഷിക്കാം. അല്ലാണ്ട് ഇങ്ങനെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങളും അതൊക്കെ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അതല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പിന്നെയും പിന്നെയും നെഗറ്റീവ് പറയാതിരിക്കുക. ശരിയല്ലേ?